ഹലോ, ഓവനിലൊന്നും അല്ലാതെ ഫ്രൈ പാനിൽ എങ്ങനെ പിസ്സ ഉണ്ടാക്കാമെന്ന് നോക്കാം. അര ഗ്ലാസ് ഇളം ചൂട് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ ഈസ്റ്റും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എൻ്റെ കയ്യിൽ ഈസ്റ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈസ്റ്റ് തന്നെ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. ശേഷം ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 2 ഗ്ലാസ് മൈദ, അതിലേക്ക് അര ടേബിൾ സ്പൂൺ പഞ്ചസാര, അര ടീസ്പൂൺ ഉപ്പ് എന്നിവ ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. ശേഷം പഞ്ചസാരയും ഈസ്റ്റും കലക്കി വെച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി കുഴച്ചെടുക്കാം. നന്നായി കുഴച്ചതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ചേർത്ത് ഒന്നുകൂടെ കുഴച്ചെടുക്കാം. ശേഷം കുറച്ച് സൺഫ്ലവർ ഓയിൽ പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും തേച്ചതിന് ശേഷം കുഴച്ച് വെച്ച മാവിന്മേലും തേച്ചതിന് ശേഷം റാപ്പ് ചെയ്ത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ സമയം ഇതിലേക്കുള്ള സോസ് ഉണ്ടാക്കാം. 2 തക്കാളി ഇതുപോലെ വര ഇട്ടെടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് ഇത് മുങ്ങുവോളം വെള്ളവും ഒഴിച്ച് നന്നായി തിളപ്പിച്ചെടുക്കാം. നന്നായി തിളച്ചതിന് ശേഷം ഇതിലെ വെള്ളമൊക്കെ ഒന്ന് മാറ്റി ഇതിൻ്റെ തൊലി പൊളിച്ചെടുക്കാം. ശേഷം ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് 5 വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി ഗോൾഡൻ ബ്രൗൺ കളറാക്കിയെടുക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ വെളുത്തുള്ളിയും നേരത്തെ വേവിച്ച് വെച്ച തക്കാളിയും ഇട്ട് ഒന്ന് നന്നായി അരച്ചെടുക്കാം. ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം. വെളുത്തുള്ളി ഫ്രൈ ചെയ്ത ചട്ടിയിലേക്ക് ഒരു സവാളയുടെ പകുതി അരിഞ്ഞത്, ചുവപ്പ് ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും പച്ച ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും അരിഞ്ഞത് ഇട്ട് കൊടുത്ത് അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി ഹാഫ് വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ മാവൊക്കെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുഴച്ച് പരത്തിയെടുക്കാം. നന്നായി പരത്തിയെടുത്തതിന് ശേഷം ഒരു നോൺ സ്റ്റിക്കിയുടെ പാനിൽ സൺഫ്ലവർ ഓയിൽ നന്നായി തേച്ച് കൊടുക്കാം. പരത്തി വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് പാത്രത്തിൻ്റെ ലെവലിലേക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ഡോട്ടിട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് 5 മിനിറ്റ് വേവിച്ചതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കാം. ശേഷം ഇതിലേക്ക് ഉണ്ടാക്കി വെച്ച സോസ് ഒഴിച്ച് കൊടുത്ത് ഒന്ന് പരത്തി കൊടുക്കാം. ഇനി ഇതിലേക്ക് 150 ഗ്രാം മൊസല്ല ചീസ് പരത്തിയിട്ട് കൊടുക്കാം. ഇനി വേവിച്ച് വെച്ച വെജിറ്റബിൾ പരത്തിയിട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഒലിവ് കായ കഷ്ണങ്ങളാക്കി ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഈ സമയം നമുക്ക് വേണമെങ്കിൽ ചിക്കൻ പൊരിച്ചത് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി 100 ഗ്രാം ചീസ് കൂടെ ഇട്ട് കൊടുത്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അടപ്പിന് ഇതുപോലെ ഹോൾ ഉണ്ടെങ്കിൽ ഒരു പേപ്പർ ഉപയോഗിച്ചോ മൈദ ഉപയോഗിച്ചോ അടച്ചു കൊടുക്കാം. ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 8 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്.